ഭക്ഷണമാണ് ഔഷധം. എത്ര വിശാലമായ മഹനീയമായ ചിന്തയാണല്ലേ. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ ചിന്തകൾ അന്യമാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചിരുന്നൊരു തലമുറയുടെ പിന്മുറക്കാരാണ് നാം. ഭക്ഷണമാണ് ഔഷധമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടേണ്ടി വരുന്നതിന് ഇന്നൊരു കാരണമുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ് തൃശൂരിലെ ആ വീട്ടമ്മയുടെ മരണം. 185-ലധികം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ. കേരളത്തിൽ ഭക്ഷ്യസംസ്കാരത്തിന് വലിയ മാറ്റമാണ് വന്നത്. തനതായ ഭക്ഷണത്തിന് പ്രാധാന്യം കുറഞ്ഞ് എല്ലാവരും ഫാസ്റ്റ് ഫുഡിന്റെയും വിദേശ ഭക്ഷണങ്ങളുടെയും പിന്നാലെ പോകുന്ന സമയം. ഈ ഒരു മാറ്റം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്ന പഠന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു? എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? പരിശോധനകൾ പ്രഹസനങ്ങളാകുന്നു. വിശദമായി പരിശോധിക്കാം. ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികൾ ചേരും. പൊതുപ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പൻ, ഷെഫ് ലത കെ, ഫുഡ് ബ്ലോഗർ ജാസ്മിൻ ബഷീർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ ഡിജോ കാപ്പനിലേക്ക്. ശ്രീ ഡിജോ കാപ്പൻ, ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ മരണങ്ങൾ ഇതാദ്യത്തെ സംഭവമല്ല. പലതരം ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട്, പ്രധാനമായും കുഴിമന്തി, ഷവർമ തുടങ്ങിയ വിദേശി ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടുള്ള മരണങ്ങൾ ഈ അടുത്തിടെയൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം. എന്നിട്ടും മരണങ്ങൾ ആവർത്തിക്കുന്നു, പരിശോധനകൾ നടക്കുന്നു. എന്നിട്ടും എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ശ്രീ ഡിജോ കാപ്പൻ? അതായത് നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് രണ്ടു തരം ആളുകളാണ്. ഒന്ന്, യാത്ര ചെയ്യുന്നു, ജോലി, അതായത് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനൊക്കെ സൗകര്യമില്ലാത്ത ആളുകൾ. അങ്ങനെയുള്ളവരാണ് ശരി. ശ്രീ ഡിജോ കാപ്പന് ചില സാങ്കേതിക തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ ഷെഫ് ലതാ മാമിലേക്ക് പോവുകയാണ്. ശ്രീമതി ലതാ മാം, ഒരുപാട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. ഭക്ഷണം വിളമ്പുന്നവർ അത് വിഷം വിളമ്പുന്നു എന്നതുപോലെയാണ് ഈ മരണങ്ങളൊക്കെ വിളിച്ചോതുന്നത്, മരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത്തരത്തിൽ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്? എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാരണം, ഭക്ഷണം പാചകം ചെയ്യുന്ന എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഇക്കോളി പോലുള്ള മാരകമായിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ഭക്ഷണത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. ഈ ഷവർമ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ല ലോകത്ത് മാരകമായ വിഷമായിട്ടുള്ള ഭക്ഷ്യവസ്തു ഉള്ളത്. ബോട്ടുമിൻ എന്ന് പറയുന്ന മാരകമായൊരു വിഷമുണ്ട്. അത് ഭക്ഷണത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഷെൽഫിഷുകളിലും നീരാളി പോലുള്ള, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്വിഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷമാണത്. അതും നമുക്ക് സയനൈഡാണെന്ന് ഏറ്റവും വലിയ വിഷം നമ്മൾ പറയും. സയനൈഡിനേക്കാളും മാരകമായിട്ട് വിഷമുള്ള ഭക്ഷണത്തിൽ കൂടെ വരുന്ന വിഷവസ്തുക്കളുണ്ട്. ഈ ഷവർമ എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ മന്തി എന്ന് പറയുന്ന സാധനം, ഈ ഷവർമ 220 ഡിഗ്രി ടു 200 ഡിഗ്രി സീല് നമ്മളത് കുക്ക് ചെയ്യേണ്ട സാധനമാണ്. 45 മിനിറ്റ്. കാരണം നമ്മുടെ കയ്യിലൊരു എല്ലാ തട്ടുകടകളിലും അല്ലെങ്കിൽ ഒന്നും നമ്മുടെ പരിശോധന കർശനമാക്കുക. ഏത് തരത്തിലുള്ള മീറ്റാണ് അവർ ഉപയോഗിക്കുന്നത് നോക്കുക. അത് എത്ര ടൈം അവർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു നോക്കുക. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പക്ഷം നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് അസുഖം വരാം, പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും അസുഖം വരാം. പിന്നെ ഒരു മയണൈസ് എന്ന് പറയുന്നത് അത്ര മാരകമായിട്ടുള്ള സാധനമൊന്നുമല്ല. ഒന്നാമത്തത്, ഇത് ഗൾഫ് നാടുകളിൽ ഇവരെപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് ഷവർമ അല്ലെങ്കിൽ മന്തി. കാരണം അവർ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാവുന്ന ഒരു സമീകൃതമായിട്ടുള്ള പച്ചക്കറികളും മീറ്റും അതേപോലെ ഫൈബറും ഒക്കെ അടങ്ങിയൊരു ഭക്ഷണമാണ് ഷവർമ. പക്ഷെ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത പക്ഷം അത് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കും. കാരണം അത് തുറന്നു വെച്ച പരിസരത്ത് നമ്മൾ പോകുമ്പോഴൊക്കെ കാണാം, എല്ലാ ഷവർമ കൗണ്ടറുകളും പുറത്താണ് ഇരിക്കുന്നത്, റോഡിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ആളുകൾ തുമ്മുന്നു, ചുമയ്ക്കുന്നു, ഇതെല്ലാം ഇതിലേൽക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ടെമ്പറേച്ചർ, ഒരാളുടെ കയ്യിലും തെർമോമീറ്റർ ഉണ്ടാവില്ല. ആക്ച്വലി ഇൻസൈഡ് ഓഫ് കുക്കിംഗ് ടെമ്പറേച്ചർ 75 ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുമ്പം. പൈപ്പിംഗ് ഹോട്ട് എന്നാണ് പറയുക. പൈപ്പിംഗ് ഹോട്ടിലാണ് ഇത് കഴിക്കേണ്ടത്.
വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഈ ഷവർമ്മ വാങ്ങിച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മുടെ വീടിൻ്റെ പുറത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൻ്റെ കിച്ചനകത്ത് കൊണ്ടുവയ്ക്കുന്നു, അല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത് കൊണ്ടുവയ്ക്കുന്നു. ഇതിൽ ബാക്ടീരിയ അപ്പം തന്നെ അത് ഈക്കോളി അല്ലെങ്കിൽ സാൽമോണയ്ക്ക് സഡൻലി അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനമാണ്. പിന്നെ അത് അവരെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു. റീഹീറ്റ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഓവനിലാണ് റീഹീറ്റ് ചെയ്യുന്നത്. 220 ഡിഗ്രിയിൽ ചൂടാക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വേവിച്ച ഷവർമ്മ വീണ്ടും ചൂടാക്കുമ്പോൾ അത് റബ്ബറാവും, ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. ശരി. അപ്പോൾ ഒത്തിരി തരത്തിലുള്ള മാരകമായിട്ടുള്ള നമ്മളെ കഴിക്കുന്ന ഓരോ ഭക്ഷണവും അതിൻ്റേതായ രീതിയിൽ കഴിച്ചിട്ടില്ലെങ്കിൽ മാരകമായ വിഷബാധ ഉണ്ടാവും. അത് ഈ ഒരു ഷവർമ്മ മാത്രമല്ല, ഏത് ഭക്ഷണവും, പ്രത്യേകിച്ചും നോൺ വെജ്. പിന്നെ ഇവരൊക്കെ നോൺ വെജ് ഈ പറയുന്ന സാധാരണ ചെറിയ ചെറിയ തട്ടുകടകളൊന്നും സാധാരണ രീതിയിലുള്ള ടെമ്പറേച്ചറുള്ള ഫ്രിഡ്ജിനകത്തായിരിക്കില്ല ഈ മീറ്റുകൾ സൂക്ഷിക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. തൈര് ചേർക്കും, സിട്രസ് ചേർക്കും അതിൽ. ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ സാധാരണ ടെമ്പറേച്ചർ അല്ലാത്തൊരു ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഇവർ ഷവർമ്മ മെഷീനകത്ത് കുത്തിവെക്കുന്നു. അതിനോ സാധാരണ രീതിയിൽ ചൂടുണ്ടാവില്ല. അതെവിടെയാണ് 200 അല്ലെങ്കിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ അവർ ചൂടാക്കുന്നത്. അപ്പം വേവാത്ത വെജിറ്റബിളും അല്ലെങ്കിൽ വേവാത്ത മീറ്റും അതുപോലെ തന്നെ ഈ മയണൈസ് പോലുള്ള ഓയിൽ, ഈ മയണൈസ് പലപ്പോഴും എഗ്ഗുള്ള മയണൈസാണ് നമ്മളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾ മയണൈസ് ഉണ്ട്, പക്ഷേ മയണൈസ് എന്ന് പറയുന്നതിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്, കാരണം എക്സ്ട്രാ ഫാറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇവർ. ഇത് ചൂടായിട്ട് ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫാറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫാറ്റിനകത്ത് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഓവർ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ മാരകമായ വിഷബാധ ഉണ്ടാവും. വയറുവേദന വരും, ഛർദിൽ വരും, മരണം വരെ സംഭവിക്കാം. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ദയവായി തുടരുക. ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾ പറഞ്ഞു തുടങ്ങിയത് താങ്കൾക്ക് പൂർത്തിയാക്കാം. അതോടൊപ്പം തന്നെ ശ്രീമതി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാണോ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർ തന്നെയാണ് ഒരു പരിധിവരെ ഇതിന് കാരണക്കാർ. പക്ഷെ അപ്പോഴും ചോദ്യം, എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പരിശോധനകളൊക്കെ പ്രഹസനമാകുന്നത് എന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, 2 തരം രീതിയിലുള്ള ആളുകളാണ് ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഈ ജോലി ഉള്ളവര്, യാത്ര ചെയ്യുന്ന ആളുകള്. 2 ബന്ധുക്കളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും ഒക്കെ കൂടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഹോട്ടലുകളിൽ പോകും. പക്ഷെ ആ സദ്യ ലാസ്റ്റ് സപ്പർ പോലെ ആയി പോവുകയാണ് ഇപ്പൊ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചിട്ട് അവര് നേരെ ആശുപത്രികളിലേക്കും ചിലര് ശ്മശാനങ്ങളിലേക്കും പോകേണ്ട ഒരു സ്ഥിതി കേരളത്തിൽ ഇപ്പൊ പലപ്പോഴായിട്ട് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഇത് മാധ്യമങ്ങളൊക്കെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവരും. ഉടനെ മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും ഉണർന്നു പ്രവർത്തിക്കും. 2-3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പം മാധ്യമങ്ങൾ മറ്റൊരു വിഷയവുമായി വന്നു കഴിയുമ്പോഴത്തേനും ഉദ്യോഗസ്ഥന്മാരുടെ ആവേശം കെട്ടടങ്ങും. രാഷ്ട്രീയ നേതാക്കന്മാര് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നുപോകും. യഥാർത്ഥത്തിൽ ഇവിടെ ഈ കുറ്റം ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഈ തൃശ്ശൂരുണ്ടായ ഈ ഹോട്ടലിനെ കുറിച്ചും നേരത്തെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ നിയമം എത്രമാത്രം ബലഹീനമാണ് എന്നുള്ളതാണ്. നിയമം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല. ആ നിയമം കർശനമായി നടപ്പാക്കിയാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കള്ള് ഷാപ്പ്, ഈ കള്ള് ഷാപ്പിന്റെ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറി ആളുകൾ ഭക്ഷണം കഴിക്കില്ല എന്നാ പറയുന്നത്. അത്ര വൃത്തിഹീനമാണ്. അപ്പൊ അവിടെ ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് ആരെങ്കിലും ജീവൻ അപായപ്പെട്ടാൽ അതിന്റെ ഉടമസ്ഥനെയായിരിക്കും പിടിക്കുന്നത്. പക്ഷെ അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആള് 1 രൂപയുടെ പോലും ആസ്തിയില്ലാത്ത ഒരു ബിനാമിയായിരിക്കും. മിക്ക കള്ള് ഷാപ്പുകളുടെയും ബാറിന്റെയും ഒക്കെ ഉടമകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാണോ ഇത്ര കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന കള്ള് ഷാപ്പിന്റെ ബാറിന്റെ ഉടമകൾ എന്ന് തോന്നുന്നു. അപ്പം യഥാർത്ഥ ആളുകൾ അപ്പോൾ ശിക്ഷിക്കപ്പെടാതെ വരുന്നില്ല, നോമിനികളായിരിക്കും. യഥാർത്ഥ കള്ള് ഷാപ്പ് നടത്തുന്ന ആളുകള് അല്ലെങ്കിൽ ബാർ ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക് മുൻകാലങ്ങളിലെ ക്രിസ്തു കുടിശ്ശിക പോലെ ഉള്ളപ്പം അവർക്ക് ബാർ ലൈസൻസിന് സ്വാഭാവികമായിട്ടും അപേക്ഷിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവരുടെ ആശ്രിതർ അല്ലെങ്കിൽ മുൻകാലത്ത് ജോലി ആ ഹോട്ടലിൽ അല്ലെങ്കിൽ ആ കള്ള് ഷാപ്പിൽ ജോലി ഉണ്ടായിരുന്ന ആളുകൾ, ആരോഗ്യമൊക്കെ കുറഞ്ഞ ആളുകളുടെ പേരിലായിരിക്കും ഈ ലൈസൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് കേരളത്തിലെ വിവിധ ഹോട്ടലുകളിലും ഒക്കെ പരിശോധന നടക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുന്നില് ഒരിടത്തേക്ക് പോകാനായിട്ട് നോക്കി നിൽക്കുമ്പം വളരെ മാന്യനായ ഒരാള് എന്റെ അടുത്ത് വന്ന് നിന്ന് അവിടെ തട്ടുകടയില്
അവിടെ ചിപ്സ് വറക്കുക. അപ്പൊ ഞാൻ ഇത് വറക്കുന്ന കണ്ടുകൊണ്ട് തന്നെ നോക്കി, നല്ല കരിയോയിൽ പോലെ ഇരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ടാ ഇതിട്ട് വറുത്ത് പോരുന്നത്. അപ്പൊ ഇദ്ദേഹം വില ചോദിച്ചിട്ട് 1/2 കിലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞു, എണ്ണയ്ക്കകത്തോട്ട് നോക്കിയിട്ട് മേടിച്ചോ കേട്ടോ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പെട്ടെന്ന് ഞാൻ തല വെട്ടിക്കുന്ന കണ്ടു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വറുത്തോണ്ടിരുന്നയാൾ ആ കോരുന്ന ചട്ടിയുടെ ആ തവിയുമായിട്ട് എന്റെ അടുത്തോട്ട്, ഇത് മാസങ്ങളായി ഈ കരിയോയിലിനകത്ത് ഇത് വറുത്താല് ഇതിന്റെ നടപടി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആരാണെന്നൊന്നും ഇയാൾക്ക് മനസ്സിലാതെ ഇയാൾ ഒന്നുകൂടെ കയർത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോ, ഇങ്ങനത്തെ സാധനം ഇവിടെ വിൽക്കാൻ പറ്റില്ല, തന്നെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഈ സാധനങ്ങൾ സീസ് ചെയ്യിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ ഒരു നമ്പറിലൊക്കെ വിളിച്ചു. പിന്നെ എന്ത് നടപടി ഉണ്ടായെന്ന് ഈ വഴിയോര കച്ചവടക്കാരും ഒക്കെ ഇപ്പം എനിക്ക് മുമ്പേ സംസാരിച്ച മാഡം പറയുകയുണ്ടായി, ഇപ്പൊ ഈ കുഴിമന്തി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് റോഡിലേക്ക് ബേസ് ചെയ്ത് വെച്ചിരിക്കുക. അതിലെ 10, 80, 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വാഹനങ്ങൾ, അത് പറപ്പിച്ചു വിടുന്ന പൊടികൾ മുഴുവൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലോട്ടാണ് വരുന്നത്. അത് കൊണ്ടുപോയി ഈ ഭക്ഷണ സാധനത്തിൽ ചേർക്കുന്ന വിഷാംശവും ബാക്ടീരിയയും ഒക്കെയാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഇപ്പം അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കുറിച്ച് ഇപ്പം നാളുകളിലൊക്കെ വന്ന് ഓരോരുത്തരും ഇതേ സംബന്ധിച്ച് ആരോഗ്യ വിദഗ്ധരും ഒക്കെ ഇതേക്കുറിച്ച് ക്ലാസ് എടുക്കും. പക്ഷേ ഇതിനൊരു ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ നിന്ന് കുരുമുളക് കയറ്റുമതി ചെയ്യുന്നു. ആ കുരുമുളക് കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ കുരുമുളകിന് ലോക മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. പക്ഷെ അതിനകത്ത് ലാഭം കൊയ്യാനായിട്ട് ഒന്നെങ്കിൽ അത് കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് രണ്ടാമത് സെയിൽ ചെയ്യുന്ന ആളുകൾ അതിനകത്ത് മായം അല്ലെങ്കിൽ മറ്റ് കുരുമുളക് പോലെ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചേർക്കും. അത് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ചെന്നാൽ അവരെന്ത് കാര്യത്തിൽ ക്ഷമിക്കും. ഭക്ഷണ സാധനങ്ങളിലെ മായത്തിനകത്ത് അവർക്ക് യാതൊരു നിബന്ധനയും ഇല്ലാത്ത ശിക്ഷാ നടപടികളിൽ അവർ ആ സാധനം തിരിച്ചയക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നിയമങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവാത്തതിന് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള മരണങ്ങളിലേക്ക് അടക്കം കടക്കുന്നത്. ഞാനിപ്പോൾ ഫുഡ് ബ്ലോഗർ ജാസ്മിനിലേക്ക് കൂടി പോവുകയാണ്. ജാസ്മിൻ, ഇത്തരത്തിലുള്ള പുതിയ, നിങ്ങൾ പറഞ്ഞതുപോലെ ഫുഡ് ബ്ലോഗർമാരാണ്, അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഫുഡുകൾ, പുതിയ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ആളുകൾ വലിയൊരു പങ്ക് ഫുഡ് ബ്ലോഗർമാർ ഇപ്പോഴത്തെ കാലത്ത് വഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നല്ല ഭക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട്. പക്ഷേ അതിലും ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഫുഡുകൾ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഫുഡിന്റെ, ആ ഭക്ഷണത്തിന്റെ ഗുണമേന്മ എത്രമാത്രം പരിശോധിക്കണം? അല്ലെങ്കിൽ ഇങ്ങനെ തരുന്ന പൈസയ്ക്ക് വേണ്ടി കൃത്യമായി ചെയ്യുകയാണോ ചെയ്യാറ്, അല്ലെങ്കിൽ നല്ല ഭക്ഷണമാണ് എന്ന് ഉറപ്പുവരുത്താറുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഭവ്യ, അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരു സൈബാന സ്ത്രീ മരണപ്പെട്ടപ്പോൾ മാത്രമാണ് ഇതൊരു വാർത്തയായതുമൊക്കെ. നമ്മളിപ്പോൾ തീർച്ചയായും ഫുഡ് ബ്ലോഗർ എന്ന നിലയിൽ നമ്മൾ നല്ല ഭക്ഷണങ്ങളും പുതിയ റെസ്റ്റോറൻറ്റുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിപ്പം ആസ് എ ഫുഡ് ബ്ലോഗർ ഞാൻ ഒരിക്കലും ക്വാളിറ്റി എൻഷുർ ചെയ്യാത്ത ഒരു വീഡിയോ പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. പിന്നെ സ്വാഭാവികമായി ഇദ്ദേഹം പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ന്യൂസ് ആകുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ഈ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരാൾ മരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനെ തുടർന്ന് നിയമ നടപടികൾ, ഇപ്പം വ്ളോഗിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ റെസ്റ്റോറൻറ്റുകൾ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിനകത്തും ഒരു നിയമം അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് അവിടെ മാനേജ്മെൻറ്റിലിരിക്കുന്ന ആളുകൾ, റെസ്റ്റോറൻറ്റ് ഉടമകൾ, അതുണ്ടാക്കുന്ന ആളുകൾ, ഇവരുടെ കയ്യിലാണ്. പിന്നെ മറ്റുള്ളവർക്കില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് ഇവരുടെ കുക്കിംഗ് ഏരിയയിലേക്ക് കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്ന കാര്യം, ഞാൻ ക്വാളിറ്റി എൻഷുർ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഒരിക്കലും ഒരു ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസത്തേക്കല്ല, ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസ് പുറത്തേക്ക് എടുക്കുന്നത്. ഞങ്ങൾക്ക് പ്രശ്നം വരുന്നില്ല എന്ന് ഉറപ്പുള്ളത് മാത്രമാണ് ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധിവരെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്താൻ ആസ് എ വ്ളോഗർ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതൊരു ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫുഡ് വ്ളോഗർ എന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സ്ഥലങ്ങളും വിഭവങ്ങളും റെസ്റ്റോറൻറ്റുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാൻ ഉറപ്പായും ശ്രമിക്കുന്നതായിരിക്കും.
തീർച്ചയായും. ശ്രീമതി ലത, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നം വിളമ്പുന്നവർ അത് കഴിക്കേണ്ടതാണെന്നും അത് ഭക്ഷണമാണെന്നും ഭക്ഷണമാണ് ഔഷധമെന്നും അതല്ലെങ്കിൽ അത് വിഷമാവരുത്, നമ്മൾ വിളമ്പുന്നത് വിഷമാവരുത് എന്ന് കരുതുന്നതിൽ ഒരു പരിധിവരെ ഉണ്ടാവുന്ന ജാഗ്രത കുറവായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലേക്കുള്ള മരണങ്ങളിലേക്കൊക്കെ. കാരണം ഇപ്പോൾ ഇന്നത്തെ കേസിൽ ഇവിടെ വില്ലനായിരിക്കുന്നത് മയോണൈസ് ആണെന്നാണ് വിവരങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ പറയുന്നത്. ഈ മയോണൈസ് ഉപയോഗിക്കുന്നതിൽ ഏത് തരത്തിലാണ് ജാഗ്രത ഉണ്ടാവേണ്ടത്? കഴിക്കുന്നയാളും അത് ഉണ്ടാക്കുന്നയാളും എന്താണ്, അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ വില്ലനാവുന്നത് ഈ മയോണൈസ് ഒക്കെ? ആക്ച്വലി മയണൈസ് എഗ്ഗ് മാരകമായ വിഷമാണ്. എഗ്ഗ് എങ്ങനെ വിഷമാവുന്നതെന്ന് വെച്ചാൽ ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മൾ 2 hours കൂടുതൽ നമ്മൾ പുറത്ത് വെച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പച്ചമുട്ടയും ഓയിലും ചേരുമ്പം മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, എക്സ്ട്രാ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്തിട്ട് അത് കുറേ നേരം വെക്കുമ്പം അത് പോയ്സൺ ആവുന്നുണ്ട്. അപ്പം മയണൈസ് നമ്മൾ ഉണ്ടാക്കുക, അപ്പോൾ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ മയണൈസ് യൂസ് ചെയ്യുക. കഴിയുന്നതും മയണൈസ് പുറത്ത് വെക്കാനോ സാധാരണ ടെമ്പറേച്ചറിൽ കഴിയുന്നത് ഫ്രിഡ്ജിൽ മാത്രം സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാനേ പാടില്ല. അത് വെജിറ്റബിൾ മയണൈസ്. എഗ് മയണൈസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3 hours 3 മണിക്കൂറിൽ കൂടുതൽ അത് സൂക്ഷിക്കാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് തൊട്ടിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് A to Z വരെ, ഭക്ഷണം ആൾ കഴിച്ച് കഴിയുന്നവരെ നമ്മൾ വളരെ അലർട്ടായിരിക്കണം. കാരണം എന്താണ്, ഭക്ഷണം മാഡം പറഞ്ഞു ഭക്ഷണം ആണ് ഔഷധം. ഭക്ഷണം ഔഷധവുമാണ്, അതോടൊപ്പം പല ടൈമിൽ അത് വിഷവുമാകുന്നുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഒരു കയ്യിലൊരു മുറിവുള്ള ഒരാളാണ് ഈ സാധനം കൈകാര്യം ചെയ്യാൻ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അധികവും യാതൊരു വിധത്തിലുള്ള പ്രൊഫഷനും അല്ലാത്ത ആളുകളാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ചോദിക്കും, നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയോ, ഞങ്ങൾക്കും ജീവിക്കേണ്ടതെന്ന്. ശരിയാണ്, അവർക്കും ജീവിക്കണം. എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം അവരുടെ ആരോഗ്യമുള്ള ആൾക്കാരാണോ, അവർക്ക് മറ്റ് മാരക രോഗങ്ങളൊന്നും ഇല്ലേ? ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്. എത്ര ആളുകൾ മഞ്ഞപ്പിത്തമാണ് എന്ന് അറിഞ്ഞിട്ടും പനിയാണെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുളിക മാത്രം കഴിച്ച് അല്ലെങ്കിൽ പാരസിറ്റമോൾ കഴിച്ച് അവർ ജോലി ചെയ്യാണ്. അവർക്ക് അന്ന് തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താലാണ് അവർക്ക് 1000 രൂപ കിട്ടുക. ഈ ഒരു പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്തിനൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം നിലകൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളും, ഒരാൾ മരിച്ചാൽ ആൾ 2-3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട് അവർ പുറത്തിറങ്ങി വരികയാണ്. വീണ്ടും അയാൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല? ഈ ഒരാൾ ആരാണോ അത് പാചകം ചെയ്യുന്നത് അയാൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം. അയാൾക്ക് മാരകമായ അസുഖങ്ങളൊന്നും ഇല്ലെന്ന് തെളിയിക്കുന്നതിന് സർക്കാർ അനുവദിച്ച സർട്ടിഫിക്കറ്റുകളുണ്ട്. അത് കർശനമാക്കണം. ഇത് പ്രഹസനമാണിപ്പോൾ. തീർച്ചയായും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രഹസനമാണ്. ഏതെങ്കിലും ലാബിൽ പോയി പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ അവൻ ഫിറ്റാണ്. ഈക്കോളി പോലുള്ള അല്ലെങ്കിൽ ഈക്കോളി പോലുള്ള ബാക്ടീരിയ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്. ഈക്കോളി ഭയങ്കര മാരകമാണ്. ശരിയായിട്ടുള്ള ശുചിത്വം പാലിച്ചില്ലേ ഈക്കോളി നമ്മളെ ഭക്ഷണത്തിൽ കൂടും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡിഫ്തീരിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ്, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മളെപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അതിനുള്ള ഉത്തരം കൃത്യമായി ശ്രീ ഡിജോ കാപ്പൻ നൽകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ശ്രീ ഡിജോ കാപ്പൻ, ഈ ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യം കുറെ നാളുകളായിട്ട് ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ശ്രീമതി ലത പറഞ്ഞതിൽ നിന്ന് ഒരുപാട് പാളിച്ചകളുണ്ട് എന്നാണ്. ആര് കയറി ചെല്ലുമ്പോൾ അവർക്ക് ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ശ്രീമതി ലത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരാളെ ഇപ്പോൾ ഇന്ന് മരണപ്പെട്ടു പോയ ആ കുടുംബത്തിന് ചിലപ്പം ആ സ്ത്രീ ആയിരിക്കും അത്താണി. പക്ഷേ അവര് ലത പറഞ്ഞതുപോലെ ഈ ബന്ധപ്പെട്ട ഹോട്ടലുകാരൻ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പം ആ ഹോട്ടൽ വീണ്ടും തുറക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും കൂടി ഇതിന്റെ റെസ്പോൺസിബിലിറ്റി വരണം. അദ്ദേഹത്തിന്റെ കീഴിൽ, അദ്ദേഹം ജനങ്ങളുടെ സേവകനാണ്, ജനങ്ങളാണ് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്. ട്രഷറിയിൽ നിന്നുള്ള പണം ചുമ്മാ കൊടുക്കുന്നതല്ല, ജനങ്ങളുടെ നികുതി പണമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മേഖലകളിൽ അദ്ദേഹത്തിന്റെ അതിർത്തി എവിടെയാണോ അവിടെ വരെ ആ അതിർത്തിയിൽപ്പെട്ട ആളുകളുടെ ആരോഗ്യ പരിപാലനം കൃത്യമായി നടത്താനാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ അവിടെ ഫുഡ് ഇൻസ്പെക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലുകാരനുള്ളതുപോലെ തത്തുല്യമായ ഉത്തരവാദിത്വം ഈ മരണത്തിന് ഈ ഉദ്യോഗസ്ഥന്മാർക്കും കൂടെ വന്നാൽ, അല്ലെങ്കിൽ ആ ചുമതലയും കൂടെ വന്നാൽ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുപോലെയുള്ള ചർച്ചകൾ നാളുകളിൽ വരുത്തേണ്ടി വരില്ല. ഇതിനു മുമ്പ് ഈ ഫുഡ് പോയ്സൺ ഉണ്ടായി
മരണപ്പെട്ട ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എത്ര പേരുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് ഒന്ന് പറയട്ടെ. വേണമെങ്കിൽ 2 ആഴ്ചത്തേന് സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് ആ സസ്പെൻഡ് ചെയ്ത കാലഘട്ട ശമ്പളത്തോടു കൂടി അവരെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യും. അപ്പം ആ നടപടി അല്ല ഇവിടെ ഉണ്ടാവേണ്ടത്. ഉദ്യോഗസ്ഥനും കൂടി ഇതിനകത്ത് ഉത്തരവാദിത്വം വരും എന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ഭേദഗതി ചെയ്യണമെന്ന് തന്നെയാണ്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ പണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നവര് തനിക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിലായിരുന്നു. ഇന്നൊക്കെ ഇപ്പൊ ആ ചിന്ത മാറി. തന്നെ കൂടെ നടക്കുന്ന ആളുകൾക്ക് തന്റെ പാർട്ടി എങ്ങനെ വളർത്താം, തന്റെ പാർട്ടിക്ക് വളരാൻ വല്ല സമ്പത്ത് വേണോ, അപ്പൊ അതിനൊക്കെ ചിലപ്പം ചില വിട്ടുവീഴ്ചകൾ ഇതുപോലെയുള്ള ഹോട്ടലുകാരുടെ കയ്യിൽ നിന്ന് ചെയ്യേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബാർ ഹോട്ടലുകളെ കുറിച്ചുള്ള ചർച്ച നമ്മൾ കേട്ടല്ലോ. അപ്പം അതിനകത്ത് ഗവൺമെന്റും ചീഫ് സെക്രട്ടറിയും ആരോഗ്യ വകുപ്പ് ഡയറക്ടറും ഒക്കെ എന്ത് പറഞ്ഞാലും സംഭവം എന്താണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ജനങ്ങൾക്ക് ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടുന്ന നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം ഈ ഭക്ഷണ വിഷബാധ വന്നാൽ ആ വിഷബാധ വന്ന് ഒരു പക്ഷേ നാളെ രോഗികളായി മാറുന്നു, അല്ലെ മരണപ്പെടുന്നു. അപ്പൊ ഈ ഓരോ ഹോട്ടലുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ, അതിന്റെ പ്രീമിയം കൂടി ഇവരുടെ ലൈസൻസ് സമയത്ത് ഉണ്ടാകണം. ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആർക്കെങ്കിലും അപകടമുണ്ടായാൽ, ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ അവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ ബന്ധപ്പെട്ട ഹോട്ടലുകാരനായിരിക്കണം. പക്ഷെ അതിനകത്ത് എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് കൊണ്ടുതരുന്ന ഒരു ബില്ലുണ്ട്. ആ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റർ കൊണ്ടുവന്ന് കഴിയുമ്പം നമ്മൾ ആ ബില്ലും അല്പം ടിപ്പും കൂടെ ഹോട്ടലുകാരൻ, നമുക്ക് നല്ല ഭക്ഷണം തരുന്ന വെയിറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് അതിൻ്റെതായ ഒരു സന്തോഷത്തിന് നമ്മൾ ടിപ്പും കൂടെ കൊടുക്കും. അതിനുശേഷം ആ ബില്ല് ചോദിച്ചു വാങ്ങണം. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് ആകെ ഒരു തെളിവ് ആ ബില്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെയൊക്കെ ധാരണ ആ ഹോട്ടൽ മാനേജറുടെ മേശപ്പെടുത്തിയിരിക്കുന്ന ആണിയെ തൂക്കാനാണ് ഈ ബില്ലെന്നാ. അല്ല, അതിനകത്തൊരു അന്തസ്സിന് കുറവില്ല. 2 ദിവസമെങ്കിലും നിങ്ങൾ ആ ബില്ല് സൂക്ഷിച്ചു വെച്ചിട്ട് കളഞ്ഞോളൂ, നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഹോട്ടലുകാരൻ പറയും ആ ആള് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതിപ്പം ആ പ്രദേശത്തുള്ള 200 പേരെ ബാധിച്ചത് കൊണ്ടാണ് ആ ഹോട്ടലുകാരൻ ഇത് സമ്മതിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇൻഷുറൻസ് പരിരക്ഷയും കൂടി ഈ നിയമത്തിനകത്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ കിച്ചൺ എല്ലാ കിച്ചണുകളിലും CCTV ക്യാമറ കാണിക്കണം. അതായത് അതിനകത്തുനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണം അത് എവിടുന്നാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിനൊക്കെയുള്ള ഒരു തെളിവ് അക്കാര്യത്തിൽ ഉണ്ടാവും. അപ്പൊ ചില ഹോട്ടലിൽ ഇപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ കിച്ചണാണ്. അവിടെ ഓപ്പൺ കിച്ചണിൽ നമുക്ക് ഗ്ലാസ്സിൽ അവിടെ കാണാം അപ്പുറം എന്തൊക്കെയാണ് ഇയാൾ ചെയ്യുന്നതെന്ന്. ചിലര് നമ്മൾക്കറിയാം ഈ ബെറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുമ്പം അവന്റെ നെറ്റിയിലെ വേർപ്പിങ്ങനെ കൈകൊണ്ട് വടിച്ചിട്ട് അത് അങ്ങോട്ട് കുടയും. അപ്പം അത് കാണുമ്പം നമ്മൾ ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു അറപ്പ് തോന്നും. ഇത് നമ്മൾ കാണുന്നില്ലല്ലോ. വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബെറോട്ട പോലെയുള്ള സാധനങ്ങള് മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ സോഷ്യൽ മീഡിയ ചില വാട്സപ്പുകളൊക്കെ വരുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ പാത്തും പതുങ്ങി നിന്ന് എടുക്കുന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മേശപ്പുറത്ത് വരുമ്പം ഇത് ഏത് സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മള് ഒന്നുകിൽ ആ ഹോട്ടലിന് ഒരു പരസ്യം ഉണ്ടായാൽ, ഇപ്പൊ ഞാൻ പാലായിലിരുന്നാ സംസാരിക്കുന്നത്. പാലായിക്ക് അടുത്ത് ഒരു ചെറിയ ഹോട്ടൽ, അവരുടെ കോമ്പിനേഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്നിപ്പോ അവിടെ 10-15 വാഹനങ്ങൾ കിടക്കുകയാണ്. ഒരു സെലിബ്രിറ്റി കയറി അവിടുന്ന് ബീഫും അതുപോലെ തന്നെ ഏത്തക്ക ബോളിയും കൂടെ കഴിച്ചു. അത് വൈരുദ്ധ്യ ഫുഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് അതൊരു ട്രെൻഡായി മാറിയിരിക്കുക. അപ്പം അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പം ആളുകൾ അതിന്റെ പുറകെ പോവുക. അപ്പം നമുക്കറിയാം ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഫുഡിനൊക്കെ ചില ഇതുണ്ട്, ചില വൈരുദ്ധ്യമായ ഫുഡുകൾ കഴിക്കുന്നത് നമ്മുടെ വയറിനെയും നശിപ്പിക്കും. തീർച്ചയായും അത് തന്നെയാണ് ശ്രീമതി ലത. ഈ ഇപ്പോൾ ശ്രീ ഡിജോ കപ്പൻ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യകരവും സ്വാദിഷ്ടവുമായ ഭക്ഷണം എന്നായിരുന്നു നമ്മളുടെ ഇത്രയും നാളുള്ള രീതി. പക്ഷെ അത് മാറി ഇപ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണം എന്നതിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ സ്വാദിഷ്ടമാകാൻ വേണ്ടി അതിൽ ചേർക്കുന്ന പലതും ജീവൻ എടുക്കുന്നതുമാകുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഷെഫ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും ഒന്ന് പേടിച്ച് നമ്മൾ കഴിക്കേണ്ടതായ ഭക്ഷണം ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ പേടിച്ച് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കുക്കാവാത്ത ഇപ്പം സാൽമൺ പോലെയുള്ള ഫിഷുകൾ പച്ചയാണ് നമ്മൾ കഴിക്കുന്നത്. സ്മോക്ക്ഡ് സാൽമൺ എന്ന് പറയുമ്പോൾ അത് ഹാഫ് കുക്കാവുന്നേ ഉള്ളൂ. ഇത്തരം ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള കൈകൾ, ഗ്ലൗ ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ നൈഫും ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യുക. കട്ടിംഗ് ബോർഡ് ഡിഫറെൻറ്റ് കട്ടിംഗ് ബോർഡായിരിക്കണം. ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക അവരുപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ് ഒന്നായിരിക്കും. വെജ് കട്ട് ചെയ്യുന്നതും നോൺ വെജ് കട്ട് ചെയ്യുന്നതും ഒരേ കട്ടിംഗ് ബോർഡായിരിക്കാം.
ഒരേ നൈഫായിരിക്കാം. നമ്മളെപ്പോലുള്ള കുറച്ച് മേൽത്തട്ടിലിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകളിൽ എപ്പോഴും ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് അവിടെ. കാരണം അവിടെ ഒരു ഹൈജീൻ മാനേജർ ഉണ്ടാവും. നമ്മുടെ ഫുഡ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലാബിൽ അത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ വസ്തുക്കൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് അവർ പരിശോധനയ്ക്ക് നോക്കുന്നു. വെള്ളം യഥാവിധ കാലങ്ങളിൽ വെള്ളം എല്ലാ ദിവസങ്ങളും പരിശോധനയ്ക്ക് വിടുന്നുണ്ട് നമ്മുടെ ലാബിൽ നിന്ന്. അതേപോലെ ഇത്തരത്തിലുള്ള ചെറിയ ഹോട്ടലാണെങ്കിലും സർക്കാർ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദുർമരണങ്ങൾ അങ്ങനെ തന്നെ പറയാം, ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയും. തീർച്ചയായും. ജാസ്മിൻ, നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളായതുകൊണ്ട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ജാസ്മിന് നേരിട്ടിരുന്നു? അതോടൊപ്പം തന്നെ ഏത് ഭക്ഷണമാണ് ഒന്ന് സൂക്ഷിച്ച് കഴിക്കണമെന്ന് തോന്നിയിട്ടുള്ളത്? ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ ഒരു വ്ളോഗർ എന്നതിനെക്കാട്ടിലും മേളിൽ കഴിക്കാൻ ഫുഡ് വെറൈറ്റി ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിയിൽ എനിക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ പൈസ തന്നാണ് ശേഷിച്ചെങ്കിലും പുറത്തേക്ക് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചിക്കനൊക്കെ ഒത്തിരി പഴകിക്കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഷവർമയൊക്കെ നമ്മുടെ ഇവിടെ പൊടിയിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആ പൊടിയൊക്കെ അടിക്കുന്ന രീതി തന്നെയാണ് പുറത്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോയ്സൺ ആവാൻ നല്ല ചാൻസ് ഉള്ള ഫുഡുകൾ തന്നെയാണ്. അതേമാതിരി തന്നെ ഫിഷ്, ഇപ്പോൾ ഈ ഫിഷിലൊക്കെ തന്നെ നാരങ്ങ കുറേ നേരം പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് സംടൈംസ് എങ്കിലും പോയ്സൺ ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതേമാതിരി ഇതിനകത്ത് വരാത്തൊരു കാര്യം പറയട്ടെ, നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ കൂടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ അതോറിറ്റീസ് അടപ്പിച്ച ശേഷം വീണ്ടും നല്ല രീതിയിൽ വീണ്ടും ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായാൽ വീണ്ടും 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 ഓപ്പൺ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിയമ നടപടികൾ ശക്തമാകാത്തിടത്തോളം കാലം അത് എല്ലാ സൈഡിൽ നിന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് വരുന്നു, അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിനും അതിന് വീണ്ടും ഓപ്പൺ ആവുന്നു, പിന്നെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ എന്ന രീതിയിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിനും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒരു നിയമ നടപടി ഉണ്ടായാൽ നല്ലതായിരിക്കില്ലേ എന്നൊക്കെ. അതുതന്നെയാണ്. എന്തായാലും വിളമ്പുന്നത് ആരോഗ്യകരവും സ്വാദിഷ്ടവുമായ ഭക്ഷണമാകണമെന്ന്, അതുണ്ടാക്കുന്നവരും നമ്മൾ കഴിക്കേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണമാണെന്നത് നമ്മളും ഉറപ്പുവരുത്തിയാൽ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഇത്തരം ദുരന്തങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഭക്ഷണമാണ് ഔഷധം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി. നമസ്കാരം.